അങ്ങനെയെങ്കിൽ ശക്തമായ മത്സരം നടക്കുമെന്ന് പറയുന്ന വടകരയിൽ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. അതെ, നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ഒരു വിപ്രതിപത്തി അവിടെ നിലനിൽക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള വടകരയുടെ മണ്ണിൽ, ഉണ്ണിസാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചുവന്ന മണ്ണിൽ, വടകരയുടെ ചുവന്ന മണ്ണ് എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തുന്നത്? എങ്ങനെയുണ്ട്? ഹൗ ഇസ് പിണറായി സർക്കാർ? വളരെ മികച്ചതാണോ അതോ മോശമാണോ? വടകര വീണ്ടും തെറ്റിക്കുന്നു. അതെ, വളരെ മികച്ചത് 2.7% പേരാണ് അഭിപ്രായപ്പെടുന്നത്. മികച്ചതെന്ന് 14.6, അതായത് 17.3% പേർക്ക് നല്ല അഭിപ്രായമാണ്. അതേസമയം മോശം എന്ന് പറയുന്നവർ നോക്കൂ, 12.9%. വളരെ മോശം എന്ന് പറയുന്നത് 24.4%. രണ്ടും കൂടി ചേരുമ്പോൾ മോശം എന്ന അഭിപ്രായത്തിന് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 37.3%. അതായത് 17-37 ഇരട്ടിയിലധികമാണ്. അതെ, 20% വ്യത്യാസം. 20% വ്യത്യാസം എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ തരംഗം വളരെ ശക്തമാണ്. അത് ആർക്കാണ് ഗുണകരമാകുക? സ്വാഭാവികമായും ഗുണകരമാകേണ്ടത് മുരളീധരനാണ്. ഇതുവരെയുള്ള നോട്ടത്തിൽ മുരളീധരന് ഗുണകരമാകുന്ന ആദ്യത്തെ ഘടകം വടകരയിൽ സർക്കാർ വിരുദ്ധ തരംഗം നിലനിൽക്കുന്നു. ഘടകം കൂടി നോക്കണം. അതെ, ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത്? ഒന്നാം പിണറായി സർക്കാർ വരുമ്പോഴുണ്ടായിരുന്നോ അതോ രണ്ടാമത്തേത് വന്നപ്പോഴാണോ വടകരയ്ക്ക് അങ്ങനെ തോന്നി തുടങ്ങിയത്? നമുക്ക് ആ ഒരു താരതമ്യത്തിലേക്ക് പോകാം. വടകര എങ്ങനെ താരതമ്യം ചെയ്യുന്നു? ഒന്നാം പിണറായി വിജയൻ സർക്കാർ വേഴ്സസ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ. മെച്ചപ്പെട്ടോ അതോ മോശമായോ? അതും ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്. മോശമായവർ 70, മോശമായി അഭിപ്രായപ്പെടുന്നവർ 70.9%. 71% ആളുകൾ രണ്ടാം പിണറായി സർക്കാർ വളരെ മോശമെന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, ഇത് വളരെ ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്. മെച്ചപ്പെട്ടു എന്ന് പറയുന്ന കണക്കും കൂടെ നോക്കൂ, 6.3% പേർക്കുണ്ട്. അത് അതെ, ഒരുപോലെയാ. രണ്ട് സർക്കാരും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് പറയുന്നത് 20% ആളുകളും. നമുക്ക് ആ കണക്കിനകത്ത് 70 തന്നെയാണ് പ്രധാനം, അഥവാ 71 പ്രധാനം. 70.9% എന്ന് പറയുമ്പോൾ 71%. 71% ആളുകൾ ഈ സർക്കാരിന് എതിരാണ്. അതായത് ഇവിടെയാണ് ഒരു കാര്യം. കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ച ആരോഗ്യമന്ത്രിയായ കെ ശൈലജ ഇല്ലാത്തതാണ് രണ്ടാമത്തെ മന്ത്രിസഭ. പുതുമോടിയിൽ ഇറക്കിയ രണ്ടാം മന്ത്രിസഭയോട് വടകരയ്ക്ക് അത്രയ്ക്ക് താല്പര്യമില്ല എന്നതാണ് ഇതിന്റെ ഒരു റീഡിംഗ്. വളരെ വ്യക്തമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകാം. കെ മുരളീധരൻ പ്രതിനിധാനം ചെയ്യുന്നത് പ്രതിപക്ഷത്തെയാണ്. ആ പ്രതിപക്ഷം എങ്ങനെയാണ് പെർഫോം ചെയ്തത്? കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ 2.5 വർഷ കാലയളവിൽ പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? വടകര പറയുന്നു പ്രതിപക്ഷം പ്രതീക്ഷയ്ക്ക് തുടർന്നോ? പ്രതിപക്ഷത്തെ കുറിച്ച് എല്ലാ മണ്ഡലങ്ങളിലും മോശം അഭിപ്രായമാണ്. വളരെ മികച്ചെന്ന് 6%, മികച്ചെന്ന് 12.2%. അതായത് 18.2% പേർക്ക് അഭിപ്രായമുള്ളൂ. 20-ൽ താഴെ. പക്ഷെ നോക്കൂ, വളരെ മോശം എന്ന് പറയുന്നത് 40-57 അല്ലെ? 57.8% ആളുകൾക്ക് ഈ പ്രതിപക്ഷത്തെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. അതും മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. There is a strong anti-incumbency wave. അത് പ്ലസ് ആവുമെങ്കിൽ പ്രതിപക്ഷത്തെ അഭിപ്രായം ഇല്ല എന്നുള്ളത് മൈനസ് ആവും. അതെ, ആ പോയിന്റ് കെ മുരളീധരനെ നഷ്ടപ്പെടുകയാണ്. കാര്യങ്ങൾ സങ്കീർണമാവുകയാണ്. അതെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. കെ മുരളീധരന് പ്രതീക്ഷ നൽകേണ്ട ഒരു ഫാക്ടർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നവകേരള സദസ്സ്. നവകേരള സദസ്സ് വടകരയിലൂടെ കടന്നുപോയതാണ്. വടകരയിൽ വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടായതാണ്. ആ സദസ്സ് ആവശ്യമായിരുന്നോ എന്നതാണ് വടകരക്കാരോട് നമ്മൾ ചോദിച്ച അടുത്ത ചോദ്യം. നവകേരള സദസ് വേണ്ടിയിരുന്നോ? വടകര എന്തായിരിക്കും പറയാൻ പോകുന്ന ഉത്തരം? 6 MLA-മാർ നിന്ന് സംഘടിപ്പിച്ച നവകേരള സദസ് എല്ലാ മണ്ഡലങ്ങളേതും എന്ന പോലെ തന്നെ വടകരയും അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമുള്ളവരാണ്. 70% മേലെ തന്നെയാണത്. 72%, 71.8% ആളുകൾ നവകേരള സദസ്സ് ആവശ്യമായിരുന്നില്ല എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു മന്ത്രിസഭ ഒന്നടങ്കം ഇറങ്ങിച്ചെന്ന് കേരളത്തിന്റെ സാഹചര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിച്ച ഒരു പരിപാടിയായിരുന്നുവെങ്കിൽ ആ പരിപാടിയെ വടകരയുടെ മണ്ണ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. മറ്റെല്ലാ മണ്ഡലങ്ങളിലും അത് തന്നെയായിരുന്നു സ്ഥിതി. എബോവ് 70% ആണ് ഈ നവകേരള സദസ്സ് ആവശ്യമില്ല എന്ന് പറഞ്ഞ്. 65 താഴെ വന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 65 മുകളിലാണ് ആ പെർസെൻറ്റേജ്. അപ്പോൾ നവകേരള സദസ്സ് യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന കാര്യത്തിൽ 17ാമത്തെ മണ്ഡലത്തിലെത്തുമ്പോൾ ഈ 17 മണ്ഡലങ്ങളിലും ഒറ്റക്കെട്ടായി ജനം ഒരുപോലെ അഭിപ്രായം പറഞ്ഞ കാര്യം നവകേരള സദസ്സ് അനാവശ്യമായിരുന്നു എന്നുള്ളതാണ്. ഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണ്. അത് 100% അഭിപ്രായപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ 20ാമത്തെ മണ്ഡലത്തിൽ നമ്മൾ എത്തണം. ആ ഒരു പിടിവള്ളി ഇപ്പോഴും സർക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള 17 മണ്ഡലങ്ങളിലും നിർഭാഗ്യവശാൽ അങ്ങനെയാണ് അവർ പറയുന്നത്.